ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ദളപതി വിജയ് തൻ്റെ കരിയർ തുടങ്ങിയ കാലം മുതൽ ഇപ്പോൾ ലിയോ സിനിമ വരെ എത്ര പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും തന്നെ അത് ഏതൊക്കെ പടമാണെന്നും അത് എന്ന് റിലീസായതാണെന്നുമൊക്കെ ഒരു പരിധിവരെ തെറ്റിക്കാതെ പറയാൻ സാധിക്കും. എന്നാൽ ദളപതി വിജയ് തൻ്റെ കരിയറിൽ തന്നെ വലിയ വിജയമായി മാറാൻ സാധ്യതയുണ്ടായിരുന്ന ചില സിനിമകൾ അദ്ദേഹം ഉപേക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ ദളപതി വിജയ് ഉപേക്ഷിച്ച 5 ബ്ലോക്ക് ബസ്റ്റർ സിനിമകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ സിനിമ ഗൗതം വാസുദേവ മേനോൻ ദളപതി വിജയനെ നായകനാക്കി 2012 ചെയ്യുവാനിരുന്ന സിനിമയാണ്. യോഹാൻ അധ്യായം 1 എന്നായിരുന്നു ഈ സിനിമയ്ക്ക് പേര് നൽകിയിരുന്നത്. 1.5 കൊല്ലങ്ങൾക്ക് മുമ്പേ തന്നെ ഈ സിനിമയ്ക്ക് വേണ്ടിയുള്ള ചർച്ചകളും ബാക്കി കാര്യങ്ങളും എല്ലാം നടത്തി വന്നതായിരുന്നു. പൂർണ്ണമായിട്ടും ഈ സിനിമയുടെ ചിത്രീകരണം അമേരിക്ക, ന്യൂസിലൻഡ്, ഫ്രാൻസ് എന്നിവിടങ്ങളിലായിരുന്നു നടത്താൻ ഉദ്ദേശിച്ചിരുന്നത്. ഒരു പ്ലെയിൻ ക്രാഷിൽ വെച്ച് നായകന് തൻ്റെ കാമുകിയെ നഷ്ടമാകുന്നു. ഈ സംഭവത്തിന് കാരണക്കാരായ ആളുകളെ തേടി നായകൻ അമേരിക്കയിൽ എത്തുകയും അവിടെ വെച്ച് പിന്നീട് നടക്കുന്ന സംഭവങ്ങളുമാണ് ഈ സിനിമയുടെ വൺ ലൈൻ പ്ലോട്ട്. എന്നാൽ പൂർണ്ണമായിട്ടും ഈ സിനിമ വിദേശത്ത് ചിത്രീകരിക്കാനിരുന്ന സിനിമ ആയതുകൊണ്ടും തമിഴിലുള്ള മറ്റ് താരങ്ങൾക്ക് ഈ സിനിമയിൽ വലിയ ഇമ്പോർട്ടൻസ് ഇല്ലാത്തതുകൊണ്ടും ദളപതി വിജയ് ഈ സിനിമയിൽ നിന്നും പിന്മാറുകയാണ് ചെയ്തത്. കൂടാതെ തമിഴ് ഭാഷയ്ക്ക് വലിയ പ്രാധാന്യം ഈ സിനിമയിൽ ഇല്ലാത്തതുകൊണ്ട് തമിഴ് ഓഡിയൻസിന് ഈ സിനിമ ഇഷ്ടപ്പെടുമോ എന്ന സംശയവും അണ്ണനുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ഷൂട്ട് തുടങ്ങാൻ 10 ദിവസം മാത്രം ബാക്കി നിൽക്കെ ദളപതി വിജയ് ഈ സിനിമയിൽ നിന്നും പിന്മാറുകയാണ് ചെയ്തത്. രണ്ടാമത്തെ സിനിമ ധരണിയുടെ സംവിധാനത്തിൽ 2003 ചിയാൻ വിക്രമും ജ്യോതികയും ഒന്നിച്ച ധൂൾ എന്ന സിനിമയാണ്. ധരണി ആദ്യം ഈ സിനിമയുമായി ചെന്നത് ദളപതി വിജയുടെ അടുത്തായിരുന്നു. എന്നാൽ സിനിമയുടെ സ്ക്രിപ്റ്റ് പകുതി കേട്ടപ്പോഴേക്കും അണ്ണന് ഈ സിനിമ ഇഷ്ടപ്പെട്ടിരുന്നില്ല. പിന്നീടാണ് ദളപതി വിജയ് ഉപേക്ഷിച്ച ഈ സിനിമ ചിയാൻ വിക്രത്തിൻ്റെ അടുത്തേക്ക് ചെന്നത്. അങ്ങനെ 2003 ധൂൾ എന്ന സിനിമയും അതേ വർഷം തന്നെ അണ്ണൻ അഭിനയിച്ച വസീകര എന്ന സിനിമയും ഒരുമിച്ച് റിലീസ് ചെയ്തു. അങ്ങനെ വസീകര എന്ന സിനിമ പൊട്ടിപ്പാളീസാവുകയും ധൂൾ എന്ന സിനിമ വലിയ വിജയമായി തീരുകയും ചെയ്തു. വിജയ് ഈ സിനിമ കണ്ട ഉടൻ തന്നെ ധരണിയെ വിളിച്ച് ചോദിച്ചിരുന്നു, നിങ്ങൾ അന്ന് എന്നോട് പറഞ്ഞ കഥയല്ലല്ലോ ഇത് വേറെ കഥയല്ലേ എന്ന് ചോദിച്ചപ്പോൾ ധരണി ദളപതിയോട് പറഞ്ഞത് ഇങ്ങനെയാണ്: അന്ന് സാർ പറഞ്ഞതനുസരിച്ച് ഞാൻ കഥയിൽ ചില മാറ്റങ്ങൾ വരുത്തിയിരുന്നു. എന്നാൽ അപ്പോഴേക്കും സാർ മറ്റൊരു പ്രൊജക്റ്റ് സൈൻ ചെയ്തിരുന്നു. അതുകൊണ്ടാണ് പിന്നീട് ഈ പ്രൊജക്റ്റുമായി ഞാൻ സാറിൻ്റെ അടുത്തേക്ക് വരാത്തത് എന്നാണ് ധരണി പറഞ്ഞത്. എന്നാൽ പിന്നീട് ദളപതി വിജയനെ തന്നെ നായകനാക്കി ധരണി മറ്റൊരു സിനിമ സംവിധാനം ചെയ്തു, ഗില്ലി എന്ന സിനിമ. ഒരുപക്ഷെ തുപ്പാക്കി എന്ന സിനിമയ്ക്ക് മുമ്പേ തന്നെ അണ്ണൻ്റെ കരിയറിലെ മറ്റൊരു വലിയ വിജയം തന്നെയായിരുന്നു. ഗില്ലി എന്ന സിനിമ എല്ലാ സിനിമാ പ്രേമികൾക്കും ഒരു ഓൾ ടൈം ഫേവറേറ്റ് മൂവി തന്നെയാണ്. നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ സിനിമ ഗൗതം മേനോൻ യോഹാൻ എന്ന സിനിമയ്ക്ക് മുമ്പേ തന്നെ നമ്മുടെ വിജയണ്ണന് വേണ്ടി എഴുതി തയ്യാറാക്കിയ ഒരു സ്റ്റോറിയായിരുന്നു ഇത്. 2003 സൂര്യ നായകനായി പുറത്തിറങ്ങിയ കാക്ക കാക്ക എന്ന സിനിമ. ഒരുപക്ഷെ സൂര്യ എന്ന നടൻ്റെ കരിയറിൽ തന്നെ വലിയ വിജയമായി മാറി തീർന്ന സിനിമയായിരുന്നു ഇത്. അമ്പുശിവൻ IPS എന്ന പോലീസുകാരൻ്റെ വേഷത്തിലായിരുന്നു സൂര്യ ഈ സിനിമയിലെത്തിയത്. ജ്യോതികയായിരുന്നു ഈ സിനിമയിൽ സൂര്യയ്ക്ക് നായികയായി വന്നത്. ചുരുക്കത്തിൽ GVM ഈ സ്റ്റോറി ആദ്യം എഴുതി തയ്യാറാക്കിയത് ദളപതിക്ക് വേണ്ടിയായിരുന്നു. എന്നാൽ ദളപതിയോട് GVM ഈ കഥ പറയുന്ന സമയത്ത് സിനിമയുടെ 75% സ്ക്രിപ്റ്റ് മാത്രമേ കംപ്ലീറ്റ് ആക്കിയിരുന്നുള്ളൂ. പൊതുവെ അണ്ണനൊരു സിനിമ ചെയ്യുമ്പോൾ ആ സിനിമയുടെ സ്ക്രിപ്റ്റ് മുഴുവൻ വായിച്ചു കേട്ട് അതിനെക്കുറിച്ച് ശരിക്കും ആലോചിച്ചതിന് ശേഷം മാത്രമേ ഓക്കെ പറയാറുള്ളൂ. ഈ കാരണം കൊണ്ട് തന്നെ സ്ക്രിപ്റ്റുമായി വന്ന GVMനെ കഥ മുഴുവൻ പൂർത്തിയാക്കിക്കൊണ്ടുവരൂ, എന്നിട്ട് നമുക്ക് സിനിമ ചെയ്യാം എന്ന് പറഞ്ഞ് ദളപതി പറഞ്ഞു വിട്ടു. എന്നാൽ കഥ മുഴുവൻ കംപ്ലീറ്റ് ആക്കിക്കൊണ്ട് വന്നപ്പോഴേക്കും ദളപതി മറ്റ് 2 സിനിമകൾ കൂടി സൈൻ ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഈ സിനിമ സൂര്യയുടെ അടുത്ത് ചെന്നത്. നമ്മുടെ ലിസ്റ്റിലെ 4ാമത്തെ സിനിമ 1999 ശങ്കറിൻ്റെ സംവിധാനത്തിൽ അർജുൻ സർജൻ നായകനായെത്തിയ മുതൽവൻ എന്ന സിനിമയാണ്. ഒരു സാധാരണക്കാരനായ പത്രക്കാരൻ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയെ ഇൻ്റർവ്യൂ ചെയ്യുന്നു. പിന്നീട് അവിടെ വെച്ച് അവർ തമ്മിൽ ചില തർക്കങ്ങൾ ഉണ്ടാവുകയും തുടർന്ന് നായകനെ ഒരു ദിവസത്തേക്ക് തമിഴ്നാട് മുഖ്യമന്ത്രിയാക്കുകയും പിന്നീട് നടക്കുന്ന സംഭവങ്ങളുമാണ് ഈ സിനിമയുടെ വൺ ലൈൻ. ശങ്കർ ഈ പ്രൊജക്റ്റുമായി ആദ്യം ചെന്നത് ദളപതി വിജയുടെ അടുത്താണ്. എന്നാൽ ശങ്കറിന് പകരം ദളപതി വിജയുടെ അടുത്ത് ഈ കഥ പറയാൻ ചെന്നത് ശങ്കറിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറാണ്. വിജയ്ക്ക് പകരം ഈ കഥ കേട്ടത് വിജയുടെ അച്ഛനാണ്. പിന്നീട് അവിടെ വെച്ച് ഇവർ തമ്മിൽ എന്തൊക്കെയോ തർക്കങ്ങൾ ഉണ്ടാവുകയും വിജയ് ഈ സിനിമ ചെയ്യില്ലെന്ന് വിജയുടെ അച്ഛൻ ശങ്കറിനെ വിളിച്ച് പറയുകയുമാണ് ചെയ്തത്. അങ്ങനെ ചെറിയൊരു വാക്കുതർക്കത്തിൻ്റെ പേരിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയമായി തീർന്ന മുതൽവൻ എന്ന സിനിമ ദളപതിക്ക് നഷ്ടമായി. നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ സിനിമ 2005 പുറത്തിറങ്ങിയ സൺഡേക്കോഴി എന്ന സിനിമയാണ്. വിശാലിനെ നായകനാക്കി ലിംഗസ്വാമിയാണ് ഈ സിനിമ സംവിധാനം ചെയ്തത്. ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് വിജയുടെ അടുത്താണ് ലിംഗസ്വാമി ആദ്യം ചെന്ന് പറഞ്ഞത്. വിജയ് ഈ സിനിമ ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. കാരണം ഈ സിനിമയിൽ നായകനേക്കാൾ കൂടുതൽ പ്രാധാന്യം നായകൻ്റെ അച്ഛനാണെന്നാണ് വിജയ് പറഞ്ഞ കാരണം. അങ്ങനെ ചില മാറ്റങ്ങളൊക്കെ വരുത്തി ഈ സിനിമ വിശാലിൻ്റെ അടുത്ത് ചെന്നു. വിശാൽ എന്ന നടനെ തമിഴ് സിനിമ തിരിച്ചറിയുവാനുള്ള ഒരു വലിയ സിനിമ തന്നെയായിരുന്നു സൺഡേക്കോഴി എന്ന സിനിമ.
സൺഡേക്കോഴി എന്ന സിനിമ ഇറങ്ങി ഏതാണ്ട് 12 വർഷങ്ങൾക്ക് ശേഷം സിനിമയ്ക്ക് ഒരു സെക്കൻഡ് പാർട്ടും വന്നിരുന്നു. ആദ്യ ഭാഗത്തിൻ്റെ അത്രയ്ക്ക് വന്നില്ലെങ്കിൽ പോലും സെക്കൻഡ് പാർട്ടും അത്യാവശ്യം വലിയൊരു വിജയമായി തീർന്ന സിനിമ തന്നെയായിരുന്നു. അപ്പോൾ ദളപതി വിജയുടെ കരിയറിൽ നടക്കാതെ പോയ ഈ സിനിമകളിൽ ഏത് സിനിമയാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ നഷ്ടമായി തോന്നിയതെന്ന് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് കയറുക.